വിളിക്കുന്നല്ലോ. മോളെ, ഇത് പാപ്പി അങ്കിളാ. മോളെ മമ്മിയുടെ ഒന്ന് കൊടുത്തേ. മമ്മിയുടെ പാപ്പി അങ്കിളെ വിളിക്കുന്നു. മാറിക്കേ. ഹലോ അങ്കിൾ, സുഖാണോ? എടി പെണ്ണേ, നിന്റെ അനുജത്തി മെർലിൻ അവളിപ്പോ എവിടെ കാണും? എനിക്കൊന്ന് സംസാരിക്കണല്ലോ. അങ്കിൾ, അങ്കിളിന്റെ അടുത്ത് ആരെങ്കിലും ഉണ്ടോ? ഉണ്ടല്ലോ, പോലീസ് ഉണ്ടല്ലോ. എന്നാ എനിക്കറിയില്ല മെർലിൻ എവിടെ ഉണ്ടെന്ന്. എന്തെങ്കിലും വിവരം ഉണ്ടെങ്കിൽ ഞാൻ അറിയിക്കാം. ഫോൺ താഴെ വെച്ച് കളഞ്ഞു. നിങ്ങൾ എന്തിനാണ് മിസ്റ്റർ പോലീസ് അടുത്തുണ്ടെന്ന് പറയാൻ പോയത്? പോലീസ് അടുത്തുണ്ടായിട്ടല്ലേ പോലീസ് അടുത്തുണ്ടെന്ന് പറഞ്ഞത്. ഈ മാതിരി ബുദ്ധി ഇനി എന്നെ ഉപദേശിക്കരുത്. പറോ. ഹലോ, എന്ത് ഭാവിച്ച മെർലിൻ ഇതൊക്കെ? ഇപ്പൊ പാപ്പിയങ്കിൾ വിളിച്ചിരുന്നു. പോലീസൊക്കെ അവിടെ ഉണ്ട്. നീ എന്താ ഉദ്ദേശിക്കുന്നത്? ഞാൻ പറഞ്ഞില്ലേ അതിനൊന്നും പോണ്ടാന്ന്. ഇല്ല ചേച്ചി, എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ പ്രൊഫഷനാണ് എനിക്ക് ഏറ്റവും വലുത്. എന്നെ ഇല്ലാതാക്കാൻ ആരൊക്കെയോ ശ്രമിക്കുകയാണ്. ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ അവന്റെ പിന്നിൽ കണ്ടുവന്നിരിക്കും. എനിക്ക് തന്നെ അവനോട് സംസാരിക്കണം. ചേച്ചി ഒന്നും പറയണ്ട. മെർലിൻ, ഞാൻ പറയുന്നത്. വേണ്ട, ഒന്നും പറയണ്ട. എന്റെ ശരീരവും മനസ്സുമാണ് അവന് വേണ്ടതെങ്കിൽ ഒരു കാലവും അത് നടക്കില്ലെന്ന് അവനെ ഒന്ന് ബോധിപ്പിക്കണം. അവൻ മാത്രമല്ല, അവനെ പോലുള്ള ഒരുത്തിനും കഴുക കണ്ണുകളുമായിട്ട് ഇനി എന്റെ അടുത്ത് വരരുത്. ചേച്ചി ഇതിനകത്ത് ഇടപെടരുത്. എന്റെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. സർ, നമുക്ക് സംശയമുള്ള സ്ഥലങ്ങളെല്ലാം സെർച്ച് ചെയ്ത് കഴിഞ്ഞു. രമേശ് എവിടെയുള്ളതായി സൂചനയൊന്നുമില്ല. വേണ്ടിടത്തെല്ലാം അവന്റെ ഫോട്ടോകൾ എത്തിച്ചിട്ടുണ്ട്. നഗരത്തിലെ പ്രധാന സ്ഥലങ്ങളെല്ലാം തന്നെ ഒബ്സർവേഷനിലാണ്. എവിടെ മീറ്റ് ചെയ്താലും നമുക്ക് കണ്ടുപിടിക്കാനാവും. ആരാണ് ഈ ജൂലി? മെർലിന്റെ ചേച്ചിയാണ് സർ. പലപ്പോഴും മെർലിൻ അവരുടെ വീട്ടിൽ പോയി താമസിക്കാറുണ്ട്. ഒരു കുട്ടിയുണ്ട്. ഭർത്താവ് സ്റ്റേറ്റ്സിലാണ്. എവിടെയാണ് താമസം? മംഗലാപുരത്ത്. അവിടുത്തെ SP എന്ന് വിളിക്കും. ഹലോ അപ്പുകുട്ടൻ സാർ, ഞാൻ രമേശാണ്. ഹലോ, ഹൗ ആർ യു? എന്തൊക്കെയുണ്ട് സാർ? രമേശാണ്. യെസ് മിസ്റ്റർ രമേശ്, പറയണം. സാർ, ഇന്ന് രാത്രി 7:30 മണിക്ക് ഞാൻ മെർലിനുമായി കാണുന്നുണ്ട്. കൃത്യം 7 മണിയാവുമ്പോൾ ഞാൻ തന്നെ വിളിച്ച് മീറ്റിംഗ് പ്ലേസ് എവിടെയാണെന്ന് അറിയിക്കാം. എനിക്ക് നിങ്ങളുടെയൊക്കെ സഹായം വേണം. ഐ മീൻ പോലീസ് പ്രൊട്ടക്ഷൻ. മെർലിൻ എന്തോ എന്നോട് വല്ലാത്തൊരു പകയുള്ളത് പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കളയുമോ എന്ന് എനിക്ക് പേടിയാവുന്നു. പോലീസ് അവിടെ ഉണ്ടെങ്കിൽ എനിക്കൊരു ധൈര്യമാവും. ഞാൻ 7 മണിക്ക് വിളിക്കാം, ഇതേ നമ്പറിൽ. പ്ലീസ് ഹെൽപ്പ്. മിസ്റ്റർ രമേശ്, കമ്മീഷണർ ബാബു ആണ് സംസാരിക്കുന്നത്. ഹലോ സാർ, ഹൗ ആർ യു? ഫൈൻ. രമേശ് മെർലിനെ കാണുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളെ ഒന്ന് കാണാൻ പറ്റുമോ? സോറി സാർ, കഴിയില്ല. മെർലിനുമായുള്ള കൂടിക്കാഴ്ച എന്റെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടതാണ്. അതിനു മുമ്പ് യാതൊരു തരത്തിലുള്ള കൺഫ്യൂഷൻസ് ഉണ്ടാക്കാനും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ശരി, ഓക്കെ. അത് കഴിഞ്ഞ് കാണാൻ പറ്റുമോ? അതും എനിക്ക് പറയാൻ കഴിയില്ല സാർ. ആ കൂടിക്കാഴ്ചയുടെ അടിസ്ഥാനത്തിലായിരിക്കും എന്റെ ബാക്കിയുള്ള ജീവിതം. എങ്കിൽ നിങ്ങൾ എവിടെയാണ് മീറ്റ് ചെയ്യുന്നത്? അതെവിടെയാണെന്ന് മെർലിൻ 6:30 മണിക്ക് അറിയിക്കൂ. ഏതായാലും ഞങ്ങൾ കാണുന്നതിന് മുമ്പ് തീർച്ചയായും ഞാൻ സാറിനെ വിളിച്ചിരിക്കും, കൃത്യം 7 മണിക്ക്. അതിരിക്കട്ടെ, രമേശ് ഇപ്പൊ എവിടെ നിന്ന് വിളിക്കുന്നു? സാർ, എനിക്ക് സ്ഥിരമായ ഒരു വീടില്ല, സ്വന്തമായ ഒരു ഓഫീസില്ല, സുഹൃത്തുക്കളില്ല, ബന്ധുക്കളില്ല. സാറിന് അറിയാലോ അതൊക്കെ. ശരി, ഇപ്പൊ എവിടെ നിന്ന് വിളിക്കുന്നു? സാറിന് കാണുക തന്നെ. നേരെ തിരിഞ്ഞ് തെക്കോട്ട് നോക്കിയാൽ മതി. A very efficient police group and a very smart criminal. ഇനി നമുക്ക് സമാധാനമായി കൈയും കെട്ടിയിരിക്കാം. അവൻ വിളിക്കും. കൃത്യം 7 മണിക്ക് തന്നെ വിളിച്ചിരിക്കും. അവൻ സ്മാർട്ടാണെന്ന് നമ്മളെ ഒന്ന് കാണിക്കണം, അത്രേ ഉള്ളൂ. And of course he is smart. Dangerously smart.
മർലിൻ ആന്റി തീർന്നോ നിന്റെ അഹങ്കാരമൊക്കെ? നീ ആരാന്നാ നിന്റെ വിചാരം? ഞാൻ അന്നേ പറഞ്ഞല്ലേ ആവശ്യമില്ലാത്ത കാര്യത്തിനൊന്നും പോകണ്ടെന്ന്. എന്നിട്ടും അവനെ തല്ലിക്കാൻ നീ ആളെ കൂട്ടിക്കൊണ്ടുപോയി. എന്തൊരു ബുദ്ധിമോശമായി പോയത്. ഇനിയിപ്പൊ അവന്റെ വാശി കൂടുകയല്ലേ ഉള്ളൂ. നിനക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു പരിധിയുണ്ട് മെർലിൻ. അതിനപ്പുറത്തോട്ടൊന്നും നിനക്കാവില്ല. എത്രയൊക്കെ ആയാലും നീ ഒരു സാധാരണ പെണ്ണാ. കുട്ടികളും കുടുംബവും ഒക്കെ ആയിട്ട് കഴിയേണ്ട ഒരു പെണ്ണ്. ആ ഒരു ചിന്ത നിനക്കില്ലെങ്കിലും ഞാനെങ്കിലും ചിന്തിക്കണമല്ലോ. ഇനി നിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തിട്ട് ഞാൻ ഇവിടുന്ന് പോവും. പൈസ അവർ തിരികെ ചോദിക്കില്ല. എങ്കിലും അങ്ങനെ ഒരു അബദ്ധം സംഭവിക്കാൻ പാടില്ലായിരുന്നു. ഞാൻ പറഞ്ഞത്ര ഗൗരവത്തിൽ സത്യന കേസ് ഏറ്റെടുത്തില്ല. അതാ പറ്റിയ കുഴപ്പം. ഇനിയൊരു അവസരം വരുമ്പോ മൊത്തം കണക്ക് തീർക്കണം. ഈ കാസറ്റ് മുഴുവൻ ആ 2 വരികൾ മാത്രം ടേപ്പ് ചെയ്തിരിക്കുക. ഇതെന്ത് തരം വൈറസ് ആണെന്ന് മനസ്സിലാവുന്നില്ല. നേരെല്ലാം ചൊല്ലിത്ത ആരെല്ലാം നിനക്കുണ്ട്. കേട്ടിട്ട് തനിക്കെന്ത് തോന്നുന്നു? നിഗൂഢമാണ് ആ വരികൾ. അന്ധകാരത്തിന്റെ കൂരിരുട്ടിൽ തപ്പിത്തടയുന്ന ഈരടികൾ ഒക്കെ സമ്മതിച്ചു. പക്ഷെ ഇപ്പോ നമ്മുടെ കയ്യിലും മനോഹരമായ 3-4 കൊലക്കേസുകളുള്ളപ്പോ എന്തിനാ ഇതിന്റെ പുറകിൽ ഇങ്ങനെ തൂങ്ങി നടക്കുന്നത്? എടോ, പനി പിടിച്ചിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് പനി പിടിക്കാതെ നോക്കുന്നതല്ലേ? എന്തോന്ന്? പനി പിടിച്ചിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് ആ. പനി പിടിക്കാതെ നോക്കുന്നതല്ലേന്ന്. അതിനിപ്പോ ആർക്കാ ഇവിടെ പനി? എനിക്ക് പിടികിട്ടിയില്ല. ഒന്നുകൂടെ വിശദീകരിച്ചാൽ നന്നായിരുന്നു. ഈ രോഗാണു ബാധിച്ചു കുറ്റവാളിയായവരെയാണല്ലോ നമ്മൾ പോലീസിന്റെ കൈ കിട്ടുന്നത്. ആ. രമേശിനെ രോഗാണു ബാധിക്കാതെ നോക്കണം, കുറ്റവാളി ആകാതിരിക്കാൻ നോക്കണം. ഓ, ഇത് പറയാനാണോ ഇത്രയും വളച്ചു കെട്ടിയത്? അതായത് ഒരു നവ പോലീസ് ചിന്തയുടെ ഒരു 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 യുഗപ്പിറവി. കറക്റ്റ്, എക്സാക്ട്ലി. കൊള്ളാം. എനിക്കും ഇപ്പൊ ഒരു പുതിയ ഉണർവൊക്കെ തോന്നുന്നുണ്ട്. തോന്നണം. കാരണം അവൻ കുറ്റവാളിയായി കഴിഞ്ഞാൽ 3-4 കൊലയല്ല, അതിനപ്പുറത്തൊക്കെ ചെയ്തു തന്നിരിക്കും. അതുകൊണ്ട് ആ ഉണർവ് വിടാതെ നേരെ ടെലിഫോൺ എക്സ്ചേഞ്ചിലേക്ക് ചെല്ലേ. സൂപ്രണ്ടിനെ വിളിച്ച് ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. മെർലിൻ ഇപ്പോൾ ഒരു പുതിയ വീട്ടിലാണ് താമസം. അവിടെ വരുന്ന എല്ലാ കോളുകളും ടാപ്പ് ചെയ്യണം. ഏത് നമ്പറിൽ നിന്നാ വിളിച്ചതെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ? ഓക്കെ സർ. ഈ മടിയിൽ തലചായ്ച്ച് എനിക്ക് ഉറങ്ങണം. എന്റെ ഒടുവിലത്തെ ഉറക്കം. എന്തുണ്ട് അബ്ദുള്ള, പുതിയ ന്യൂസുകളൊക്കെ? ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞിട്ട് അരമണിക്കൂറേ ഉള്ളൂ. ഇനി ഇങ്ങനെ ഒളിവിലിരിക്കുന്നതിൽ ഒരു രസക്കേടുണ്ടല്ലേ? ആ വീട് എവിടാന്നാ പറഞ്ഞത്? പാലിയത്താ. എവിടെയാ ടാപ്പിംഗ്? മെയിൻ എക്സ്ചേഞ്ചില്. ഇത് അഡ്വക്കേറ്റ് ശർമ്മയെ ഏൽപ്പിക്കണം. വേലക്കാരുടെ ഒക്കെ പൊക്കോളാൻ പറ. പോകുമ്പം ആ ഗേറ്റും വാതിലൊക്കെ തുറന്നിട്ടേക്കണം. പൊക്കോ. മർലിൻ ആന്റി ഫോൺ ബെല്ലടിക്കുന്നു. ഹലോ. മെർലിന്റെ പുതിയ വീടല്ലേ? അതെ. ഇത് ഞാൻ രമേശാണ്. ഹലോ രമേഷ്, ഹൗ ആർ യു? ഞാൻ തോമസ് ജേക്കബ്, കോടീശ്വരപുത്രൻ. IAS വേണ്ടെന്ന് വെച്ച് ഫാക്ടറികളും എസ്റ്റേറ്റുകളും നോക്കി നടത്തുന്നു. ഇപ്പൊ മെർലിനുമായുള്ള കല്യാണമൊക്കെ ഏതാണ്ട് ഉറച്ചു കഴിഞ്ഞു. അതെ,
എപ്പോഴാണ് കല്യാണം? അടുത്ത മാസം. എങ്കിൽ മെർലിൻ ഒന്ന് കൊടുക്കൂ. ജസ്റ്റ് എ മിനിറ്റ്. മെർലിൻ, അവൻ തന്നെയാണ് സംസാരിക്കണമെന്ന്. കഴിയുന്നിടത്തോളം നേരം സംസാരിക്കണം. പെട്ടെന്ന് ഡിസ്കണക്ട് ചെയ്യാൻ അനുവദിക്കരുത്. ഷീസ് ഇൻസൈഡ്. വിളിക്കാൻ പോയിട്ടുണ്ട്. ഒന്ന് ഹോൾഡ് ചെയ്യണേ. നമ്മൾ തമ്മിൽ സംസാരിക്കുന്നൊന്നും ലീക്ക് ഔട്ട് ആവില്ലല്ലോ? ഏയ് ഇല്ല. ദേ വരുന്നുണ്ട്, കൊടുക്കാം. യെസ്. ഇത് വേണമായിരുന്നു. എന്നെ തോൽപ്പിക്കാൻ ഇങ്ങനെ ഒരു തീരുമാനം വേണമായിരുന്നു. രമേശ് ഇപ്പോ എവിടുന്നാ സംസാരിക്കുന്നേ? വേണ്ട, സംസാരം അധികം ദീർഘിപ്പിക്കാൻ നോക്കണ്ട. പതിയിരിക്കുന്ന അപകടം ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ലീക്ക് ഔട്ട് ആവുന്നു. മെർലിന്റെ കല്യാണം നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. അത് നടന്നാലും മെർലിൻ ജയിക്കില്ല, തോക്കും. നമ്മൾ രണ്ടുപേരും തോക്കും. ഒരുമിച്ച് ജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരുമിച്ച് മരിക്കും, അത് തീർച്ച. ബുദ്ധിമുട്ടിക്കുന്നതിൽ ഞാൻ വീണ്ടും മാപ്പ് ചോദിക്കുന്നു. മെർലിൻ ഇല്ലാതെ എനിക്കാവില്ല. മെർലിൻ ഇല്ലാതെ എനിക്കൊന്നും ആവില്ല. 345 378. വേണം എനിക്ക് മെർലിനെ. എനിക്ക് വേണം മെർലിനെ. ഇയാൾ എന്തൊക്കെയായി പറയുന്നേ? ഭ്രാന്താണ് അയാൾക്ക്. സത്യമായിട്ട് മുഴു ഭ്രാന്ത്.